ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുക. വിവാഹ ജീവിതത്തിൻ്റെ അനന്യതയെക്കുറിച്ച് ക്രിസ്തുനാഥൻ്റെ ആഴവും പരപ്പുമേറിയ ഒരു ആഖ്യാനമാണ് ഇന്ന് തിരുവചനം നമുക്ക് നൽകുക. 6-ാം പ്രമാണത്തിൻ്റെ തലങ്ങളിലൂടെ വിവാഹ ജീവിതത്തിൻ്റെ അഭേദ്യതയെ കൃത്യമായി ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വ്യഭിചാരം ചെയ്യരുത് എന്ന 6-ാം പ്രമാണം ക്രിസ്തുനാഥൻ അല്പം കൂടെ അടിവരയിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുക, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്യുന്നു എന്നാണ്. വിവാഹ ജീവിതത്തിലായിരിക്കുന്ന ഒരു പുരുഷൻ തൻ്റെ ജീവിത പങ്കാളിയെ അല്ലാതെ മറ്റൊരുവളെ ഹൃദയം കൊണ്ടുപോലും മറ്റൊരുവളിലേക്ക് മനസ്സ് തിരിയുന്ന സാഹചര്യമുണ്ടായാൽ അവൻ വ്യഭിചാരിയാണ് എന്ന്. അതേ അർത്ഥത്തിൽ വിവാഹിതയായ ഒരു സ്ത്രീ തൻ്റെ ജീവിത പങ്കാളിയേക്കാൾ ഉപരിയായി മറ്റൊരുവനിൽ ആസക്തിയായാൽ അവളും വ്യഭിചാരം ചെയ്യുന്നുവെന്ന് കൃത്യമായി ഈശോ സൂചിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ തിരുവൽത്താരയിൽ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് കത്തോലിക്ക വിവാഹ ജീവിതങ്ങൾ ഇന്ന് ആരംഭിക്കുന്നത്, അന്നും ഇന്നും എന്നും. മുൻകാലങ്ങളിൽ അപവാദങ്ങളായി തീർന്നിരുന്ന, അപൂർവങ്ങളിൽ അപൂർവം സംഭവിച്ചിരുന്ന വിവാഹമോചന സാധ്യതകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറെ വർദ്ധമാനമായിരിക്കുന്നു എന്നത് നാം ഗൗരവത്തോടെ കാണണം. ഇരുപത്തിയൊൻപത് വർഷക്കാലത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ ഒരു ഇടവകയിൽ ഒരു വിവാഹമോചനം എന്നത് അത്യപൂർവമായ ഒരു വിശേഷമായിരുന്നുവെങ്കിൽ ഇന്ന് വിവാഹം കഴിഞ്ഞ് 2-3 വർഷം പോലും തികയുന്നതിന് മുമ്പ് ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്ന ഒരുപാട് പേരെ നമ്മൾ ഇന്ന് കാണുന്നു എന്നത് ആശങ്കയോടെ വേണം സഭയും നമ്മൾ ഓരോരുത്തരും അഡ്രസ്സ് ചെയ്യാൻ. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിവാഹമോചനം നേടുന്നവരുടെ എണ്ണം ഇന്ന് വർദ്ധമാനമായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതത്തിൽ മക്കളുടെ എണ്ണം കുറഞ്ഞത് ഇതിന് ഒരു പരിധിവരെ കാരണമാണ്. മുൻപൊക്കെ 8-10 മക്കൾ ഒരു വീട്ടിലുണ്ട്. വിവാഹിതയായി കടന്നുപോയ ഒരു മകള് തൻ്റെ ജീവിത പങ്കാളിയോട് പൊരുത്തപ്പെടാനാകണില്ല, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കുടുംബത്തോട് സമരസപ്പെട്ടു പോകാനാകുന്നില്ല എന്ന് വന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരുന്ന സാഹചര്യമുണ്ടായിരുന്നപ്പോൾ അവളുടെ മാതാപിതാക്കൾ ഈ മകളോടുള്ള സ്നേഹത്തിനും പരിഗണനയ്ക്കും ഒരു കുറവും വരുത്താതെ അവളെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നുണ്ട്. പരസ്പര സ്നേഹത്തിൻ്റെ ഇഴയെടുപ്പത്തെക്കുറിച്ച്, ബന്ധങ്ങളിലുണ്ടാകേണ്ട ആത്മാർത്ഥതയെക്കുറിച്ച്, വിട്ടുവീഴ്ച മനോഭാവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് സഹിഷ്ണുതയുടെയും സഹാനുഭൂതിയുടെയും കോംപ്രമൈസിൻ്റെയും ഒക്കെ ഭാഷ കുടുംബജീവിതത്തിൽ അത്യാവശ്യമാണ് എന്ന് സൂചിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം. 2-3 ദിവസം കഴിയുമ്പോൾ ആങ്ങളമാരോ
അപ്പനോ ആരെങ്കിലുമൊക്കെ ഈ മകളെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഭർത്താവുമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തെറ്റിദ്ധാരണകളും അസ്വസ്ഥതകൾക്ക് കാരണമായ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി കുടുംബജീവിതം മുന്നോട്ട് പോകണമെന്ന് ഉപദേശിച്ച രണ്ടുപേരെയും ഒരുമിച്ചാക്കിയിട്ട് കടന്നുപോയിരുന്ന ഇന്നലകൾ. ഇന്ന് ആ സ്ഥിതി മാറി. ഭാര്യ ഭർത്താവിൽ നിന്ന് എന്തു തന്നെ കാരണത്തിൻ്റെ പേരിലാണെങ്കിലും സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് അവളെ സ്വീകരിക്കുകയും അവൾക്ക് വേണ്ടിയിട്ട് ഭർത്താവിനെയും കുടുംബത്തെയും ഒക്കെ ശത്രുപക്ഷത്ത് നിർത്തി ഒരു യുദ്ധത്തിൻ്റെ കാഹളമൊരുക്കുകയാണ് പുതിയ കുടുംബങ്ങളിൽ സംഭവിക്കുക. പണ്ടൊരു മകള് വിവാഹിതയായവൾ തിരിച്ചു വരുമ്പോൾ അവളുടെ താഴെ കെട്ടുപ്രായമായ 6 or 7 പേരൊക്കെയാണ് നിൽക്കുക. അതുകൊണ്ട് തന്നെ ഇവള് തിരിച്ച് വീട്ടിൽ വന്നാൽ മറ്റ് സഹോദരിമാരുടെ വിവാഹം നടക്കില്ല എന്നും വേണ്ട രീതിയിൽ കുടുംബത്തിൻ്റെ ആഭിജാത്യവും സൽപ്പേരും കളങ്കപ്പെടാതെ അവരും വിവാഹിതരാകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അല്പമൊക്കെ വിട്ടുവീഴ്ച മനോഭാവത്തോടെ ക്ഷമിച്ചും സഹിച്ചുമൊക്കെ ജീവിത പങ്കാളിയോടൊത്ത് ജീവിക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ ഭാഗത്തുനിന്നുണ്ടായ കുറവുകളൊക്കെ അവനെയും ബോധ്യപ്പെടുത്തിയിട്ടാണ് തിരിച്ച് സഹോദരിയെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിരുന്നത്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വിവാദങ്ങളും അപവാദങ്ങളുമൊക്കെ ഉണ്ടാക്കി സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയിരുന്നവരായിരുന്നു ഇന്നലകളിലെ നമ്മുടെ സഹോദരിമാരെങ്കിൽ ഇന്ന് നമ്മളിൽ പലരും ജീവനോടെ പോലും ഉണ്ടാകുമായിരുന്നില്ല. കാരണം പല കുടുംബങ്ങളിലും മടങ്ങിയെത്തിയതിനു ശേഷം പിന്നെയും മക്കൾ ജനിച്ചിരുന്ന ഒരു സാഹചര്യവും സാധ്യതയുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമായി അവശേഷിക്കുകയാണ്. ഇന്ന് 1-2 ഉള്ളൂ മക്കൾ. വിവാഹിതയായി കടന്നുപോയവൾ തിരിച്ചു വന്നാൽ അവൾക്ക് മൃഷ്ടാന്നം ഭുജിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കുടുംബജീവിതത്തിൽ ഒരുക്കി കൊടുക്കുക. അതുകൊണ്ട് തന്നെ നീ തിരിച്ചു പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവനെ അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ല, അവനാൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാനും വിവാഹമോചനത്തിന് വേണ്ടി കോടതികളെ സമീപിക്കാനുമൊക്കെ ഇന്നത്തെ പുതിയ ജനറേഷനിലെ മാതാപിതാക്കൾ പോലും നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ്. 2-3 പേര് മാത്രമുള്ള കുടുംബങ്ങളിലെ സഹോദരങ്ങളുടെ ഇഴയെടുപ്പം തൻ്റെ സഹോദരന് മേൽ കൈവച്ച, തൻ്റെ സഹോദരിയെ അനാവശ്യമായി മർദ്ദിച്ച ഭർത്താവിനോടും വീട്ടുകാരോടുമൊക്കെ ഉള്ള പക പൂർവാധികം വർദ്ധിച്ച് ഇന്ന് വിവാഹമോചനത്തിന് അത് ഏറ്റവും ഗൗരവമുള്ള കാരണമായി ഭവിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൻ്റെയൊക്കെ കടന്നുവരവോടുകൂടി കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് ഇന്ന് ഏറെ ഇളക്കം തട്ടിയിട്ടുണ്ട്. സ്വന്തം ജീവിത പങ്കാളിയെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോഴും അവിഹിതമായ ബന്ധങ്ങളിലേക്ക് കടന്നു പോകാൻ പുതിയ ജനറേഷനിലെ കുട്ടികൾക്ക് ഇന്ന് മടിയില്ല എന്നതാണ് സത്യം. വിവാഹത്തിന് മുമ്പ് തന്നെ കോളേജ് ജീവിതത്തിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ തെറ്റായ വൈകൃതങ്ങളുടെ ലൈംഗികത ഇന്ന് വർദ്ധമാനമായി കൊണ്ടിരിക്കുകയാണ്. വിവാഹപൂർവ്വ ബന്ധങ്ങൾ ഇന്നൊരു തെറ്റാണ് എന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പോലും പുതിയ യുവജന സംസ്കാരം തയ്യാറാകുന്നില്ല. മദ്യവും മയക്കുമരുന്നും രാസലഹരിയുമൊക്കെ കുടുംബത്തിൽ തേർവാഴ്ച നടത്തുമ്പോൾ തെറ്റായ ലൈംഗിക ബന്ധങ്ങൾ ഇന്ന് പല കുടുംബങ്ങളുടെയും അടിത്തറകളെ ഇളക്കുകയാണ്. കുടുംബജീവിതത്തെ മുച്ചൂടം നശിപ്പിക്കുന്ന പാപത്തിൻ്റെ സാഹചര്യങ്ങളായി സോഷ്യൽ മീഡിയയും ലഹരിയുമൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പേരിൽ
വിവാഹബന്ധങ്ങളിൽ നിന്ന് പിന്മാറുന്ന യുവജനങ്ങൾ ഇന്ന് ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായി വരുമാനമുണ്ട് എന്ന ഒരു കാരണം കൂടെ പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ആശ്രയിച്ച് വേണ്ട, ഇനി എന്നെ സപ്പോർട്ട് ചെയ്യാത്ത എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലെങ്കിലും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമൊക്കെ സന്തോഷത്തോടെ തൻ്റെ ഇടത്തോടെ ജീവിക്കുമെന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള നമ്മുടെ യുവജനങ്ങൾ ഇന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അവിടെയൊക്കെ തകരുന്ന കുടുംബ ബന്ധങ്ങൾ ഇന്ന് ഏറെയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ മേഖലയിൽ ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ് എന്ന് തന്നെയാണ് നാം കരുതേണ്ടത്. വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ഇന്നത്തെ യുവജനങ്ങളിൽ പലരും തയ്യാറാകാത്തതിനെ അത്രയ്ക്ക് അങ്ങ് പ്രോത്സാഹിപ്പിച്ചാൽ നമ്മുടെ വരും തലമുറയ്ക്കാണ് അതിൻ്റെ ആഘാതം. സിംഗിൾ പേരൻസ് എന്ന നിലയിൽ അപ്പനോ അമ്മയോ മാത്രം വളർത്തുന്ന മാതാപിതാക്കളുടെ എണ്ണം ഇന്ന് കുറവല്ല. വിരലെണ്ണാവുന്ന ഇന്നലകളിൽ നിന്ന് അത് വലിയ നമ്പറുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇവിടേക്കാണ് യേശു പറഞ്ഞ കൃത്യമായ ചില കാരണങ്ങൾ. പരസംഗം മൂലമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരത്തിന് ഇടയാക്കുന്നു. ഒരു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഭർത്താവിൽ നിന്ന് ഓടിയകലുന്ന സ്ത്രീ, ഭാര്യയിൽ നിന്ന് ഓടിയകലുന്ന ഭർത്താവ് വ്യഭിചാരത്തിൻ്റെ വലിയ കരാളഹസ്തത്തിലാണ് പതിച്ചിരിക്കുന്നത് എന്ന് ഈ തലമുറ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൻ്റെ നൊമ്പരങ്ങൾ മനസ്സിലാക്കി യേശുവിൻ്റെ വചനത്തിൻ്റെ പൊരുള ഉൾക്കൊണ്ടുകൊണ്ട് തിന്മയുടെ ലോകത്തു നിന്ന് 6-9 പ്രമാണങ്ങൾ ഉയർത്തുന്ന ലൈംഗിക മേഖലയിലെ വിശുദ്ധിക്കെതിരെയുള്ള പാപമേഖലകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പുതിയ തലമുറയും ഈ കാലഘട്ടവും തയ്യാറാകേണ്ടിയിരിക്കുന്നു. നമുക്ക് ഗൗരവത്തോട് തന്നെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം. ഈ കൽപ്പനകൾ നമുക്ക് തന്ന് നമുക്ക് ബലം തരുന്ന തമ്പുരാനോട് ചേർന്നിരിക്കാനുള്ള തൻ്റെ ഇടം നമുക്ക് ലഭിക്കണമെങ്കിൽ പാപമേഖലകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഉറച്ച ബോധ്യത്തോടെയുള്ള തീരുമാനങ്ങൾ യുവജനങ്ങളുടെ ഇടയിൽ ഉണ്ടായേ പറ്റൂ. തെറ്റായ ബന്ധങ്ങൾ ശരിയല്ല എന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറയാൻ യുവജനങ്ങൾ തയ്യാറാകണം. വിവാഹപൂർവ്വ ബന്ധങ്ങളും വിവാഹേതര ബന്ധങ്ങളുമൊക്കെ ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുന്ന കറുപ്പ് പോലെയുള്ള തിന്മയുടെ ദുരാത്മാവാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കുവാൻ നമ്മുടെ യുവജനങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ കണ്ണടയുവോളം മക്കളുടെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ, അവർക്ക് വേണ്ടി മനംനൊന്ത് കരയുവാനും കരം വിരിച്ച് പ്രാർത്ഥിക്കാനും മാതാപിതാക്കൾ ഒട്ടും പിറകോട്ട് പോയിക്കൂടാ. ഈശോ പറഞ്ഞ വാക്കുകളുടെ പൊരുള് നമുക്ക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ പ്രിയപ്പെട്ടവരെ. നല്ല കുടുംബങ്ങൾ നമുക്കുണ്ടാകട്ടെ. ബന്ധങ്ങൾ വേർപിരിഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിലെ കുടുംബജീവിതങ്ങൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകാൻ കർത്താവിൻ്റെ വാക്കുകൾക്കാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കോടതികളിൽ ഇന്ന് കേസുകൾ ഒരുപാട് കെട്ടിക്കിടക്കുന്നു. സഭാ കോടതികളിൽ അവ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ മാറ്റമുണ്ടായേ പറ്റൂ. ആ ഒരു മാറ്റത്തിൻ്റെ ശംഖുലി മുഴക്കാൻ നമുക്ക് സഭയ്ക്ക്, യുവജനങ്ങൾക്ക് സാധിക്കണം. ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ഉണർത്തുപാട്ടുകാരായി മാറാൻ, പുതിയ കാലഘട്ടത്തിന് ദിശാബോധം കൊടുക്കുന്നവരായി മാറാൻ, കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ മുഖത്തെ സമൂഹമധ്യത്തിൽ ഉയർത്തി കാണിക്കാൻ, ദൈവം ആഗ്രഹിക്കുന്ന നന്മയുടെ വിശുദ്ധിയുടെ മുകുളങ്ങളായ കുഞ്ഞുങ്ങളെ വരും തലമുറയ്ക്ക് സംഭാവന ചെയ്യാൻ ഓരോ സഭാ തനയനും സഭാ തനയും
മുന്നോട്ട് വരട്ടെ എന്ന് ഹൃദയപരമാർത്ഥതയോടെ നമുക്ക് ആഗ്രഹിക്കാം. ഈ ദിവസം നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാകട്ടെ. മാർച്ച് 8 വനിതാ ദിനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ജീവിത പങ്കാളിയെ മർദ്ദിക്കുന്നതിൽ സുഖം കണ്ടെത്തുന്ന ഭർത്താക്കന്മാർ, അതിനകത്ത് വലിയ അന്തസ്സൊന്നുമില്ല എന്നൊന്ന് തിരിച്ചറിയാനെങ്കിലും മനസ്സ് വെക്കണ്ടേ. തിരിച്ചു തല്ലിയാലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ പലരും ഭാര്യയെയൊക്കെ മർദ്ദിക്കുവാനും അടിച്ചും തൊഴിച്ചും പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ സ്ത്രീകളുടെ ഉണർന്നെഴുന്നേൽപ്പ് കൂടെ ആവശ്യമുണ്ട്. പ്രതികരിക്കാൻ തങ്ങൾക്കാകുമെന്നുള്ള ബോധ്യം അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അബലയാണ് സ്ത്രീ എന്നുള്ള സങ്കല്പത്തിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകണം. ഒരു പുതിയ ദിശാബോധം കുടുംബജീവിതത്തിന് രൂപീകരിക്കാൻ പ്രാർത്ഥനയിലും ദൈവ ആശ്രയബോധത്തിലും വിശ്വാസത്തിൻ്റെ ആഴമായ ബോധ്യത്തിലും ഹൃദയം ചേർത്ത് വെക്കുന്ന യുവജനങ്ങൾ വരുന്ന നാളിലെ സഭയ്ക്ക് മുതൽക്കൂട്ടാകട്ടെ. ഹൃദയപരമാർത്ഥതയോടെ വനിതാ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഒപ്പം നമ്മുടെ യുവജനങ്ങൾ, പുതിയ കുടുംബങ്ങൾ കൂടുതൽ കരുത്തും ആർജവത്വവും ആത്മാർത്ഥതയും നന്മയും നിറഞ്ഞ വേദികകളായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. കുടുംബജീവിതത്തിലൂടെ ദൈവം ദാനമായി നൽകുന്ന മക്കളെ നാളത്തെ സഭയ്ക്കും സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ വിശുദ്ധിയും നന്മയും വിരിക്കുന്ന വ്യക്തിത്വങ്ങളായി വളർത്തിക്കൊണ്ടുവരാനുള്ള വലിയ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് യങ് അല്ലെങ്കിൽ ജെൻസി യുവജനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.